ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് വരുന്നത് അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനൊന്നും സൗണ്ട് ഇല്ല, ഞങ്ങൾ ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട്. അങ്ങനെ അച്ഛൻ വന്നപ്പം അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു സാംസങ് S24 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു 12 മണിക്ക് അയക്കുന്നു വീട്ടിലെത്താൻ. അങ്ങനെ ഞങ്ങൾ നോനും ഒന്ന് ക്ലാസ്സിൽ പോയതുകൊണ്ട് ഓക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ജീപ്പിൽ നിന്ന് ഇറക്കി ഞങ്ങൾ കൂട്ടി. ഞങ്ങൾ കാറിൽ അച്ഛനും ഞാനും വെയിറ്റ് ചെയ്ത്. ഞങ്ങൾ കാറിൽ അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കാറിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഫുൾ ഓളുടെ സ്നേഹപ്രകടനമായിരുന്നു അച്ഛനോട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോയി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ജ്യൂസ് കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം എനിക്ക് കല്യാണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഞാനും ചിന്നുവച്ചിയും കൂടിയാണ് പോയത്. പിന്നെ അരീച്ചി അവിടുന്ന് വന്ന് അരീച്ചിനെയും കൂട്ടി ഞങ്ങൾ പിന്നെ കുന്നമംഗലം ഫുൾ അരിച്ച് പെറുക്കിക്കുന്നത്. ലേറ്റ് ആയിക്കുന്നത്, നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വന്നതല്ല, അപ്പോൾ ഏതെങ്കിലും പെട്ടി പൊളിക്കാതെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് പെട്ടി പൊളിക്കാന്നാക്കി. പിന്നെ ആ പെട്ടി പൊളിച്ച് കിട്ടാത്തപ്പോൾ ഞങ്ങൾ ട്രോളി പൊളിച്ചപ്പോൾ അതിൽ ഫുൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളായിരുന്നു. പിന്നെ അച്ഛൻ എനിക്ക് വരുമ്പോൾ ഒരു ഹെഡ്ഫോൺസിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഹെഡ്ഫോൺസ് കിട്ടിയതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു ഫുള്ളും എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പെട്ടി പൊളിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ടാസ്ക്. അതിന് മുകളിൽ ഫുൾ സെലോ ടപ്പോണ്ട് ചുറ്റിയതിനെ കൊണ്ട് പൊളിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു ഞങ്ങൾ. അങ്ങനെ പൊട്ടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം കത്തിയൊക്കെ ഉപയോഗിച്ച് പൊട്ടിച്ച്. പിന്നെ അച്ഛൻ ഈ പെട്ടി തിരിച്ചു കൊണ്ടുപോകുമ്പോഴും സാധനം കൊണ്ടുപോകാൻ വേണ്ടതുകൊണ്ട് നല്ല വൃത്തിയിൽ പൊളിക്കണം. അങ്ങനെ ഞങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിക്ക് ഞാൻ അങ്ങനെ പൊളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുറവായതിനെ കൊണ്ട് തന്നെ പൊളിച്ച പാട് ബ്ലാങ്കറ്റ് ഉണ്ട്. അപ്പം എൻ്റെ മൂഡ് ഫുള്ള് പോയി. അങ്ങനെ അത് തുറന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ കാണുന്നത്. ലൈക്ക് സ്പീക്കർ മാത്രമല്ല അതിൻ്റെ കൂടെ ചാർജറും കണക്ട് ചെയ്തിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട സാധനങ്ങളും പിന്നെ ഡേറ്റ്സ്, ബോഡി ലോഷനൊക്കെ നോർമലി ഉള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയില്ല. ബട്ട് വേറൊരു സാധനം കണ്ടപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയി. അത് പക്ഷെ പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടീൻ്റെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പുറത്തു വെക്കുന്ന ഓരോ തിരക്കിലും കാര്യങ്ങളാണ് നോനും പെട്ടിന്ന് പാൽപ്പൊടി കാണുന്നത്. പാൽപ്പൊടി കണ്ടപ്പോൾ നോന് ഭയങ്കര എക്സൈറ്റഡ് ആയി. നോനൊന്നല്ല, മിക്ക ആൾക്കാരും അങ്ങനെയാണ്. പാൽപ്പൊടി കണ്ടാവുള്ളൊരു സന്തോഷം. പിന്നെ ഞങ്ങൾ ആ ബ്ലൂടൂത്തിന്റെ സാധനമൊക്കെ അങ്ങനത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയർഡായി. പിന്നെ നെക്സ്റ്റ് ഡേ ഓരോ പരിപാടി ഉണ്ടായതിനെ കൂടെ ഞങ്ങൾ വേഗം കിടക്കാൻ പോയി. പിന്നെ കല്യാണത്തിൻ്റെ ഒക്കെ വ്ളോഗ് വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഡിലേ ആയത് ഓരോ തിരക്കിലായതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് ബാക്കി വീഡിയോസ് വരും. അതുവരെ ബൈ.